സർ, പിണറായി മന്ത്രിസഭയിലെ വിജയിക്കുന്ന മന്ത്രിമാർ ആരെല്ലാമായിരിക്കും? ഭൂരിപക്ഷം മന്ത്രിമാരും പരാജയ ഭീതിയിലാണ്. എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷ മന്ത്രിമാര് പരാജയ ഭീതിയിലല്ല. എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഒരു 10ഓളം പേരെങ്കിലും ജയിക്കുമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത്. ആരൊക്കെയാണ്? ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതില് ഏറ്റവും ആദ്യത്തേത് നമുക്കിപ്പോ അതില് ഒരു കാര്യം പറയാം. ആ 20 മന്ത്രിമാരാണ് മുഖ്യമന്ത്രി കൂടാതെ ഉള്ളത്. ആ 20 മന്ത്രിമാരിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരൊറ്റ മന്ത്രി മാത്രമേ മത്സരിക്കാതിരിക്കുന്നുള്ളൂ. ബാക്കി ഇപ്പൊ നിലവിലുള്ള എല്ലാ മന്ത്രിമാർ 19 പേരും മത്സരിക്കുന്നുണ്ട്. അതിൽ ഒരു 10 പേരെങ്കിലും ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് കെ രാജനാണ്. കെ രാജൻ ജയിക്കാൻ തന്നെയാണ് ഒല്ലൂർ മണ്ഡലം സാധ്യത. ഒല്ലൂരാണ്. അത് വളരെ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആദ്യം നമുക്ക് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ പറയാം. ഒന്ന് ഒല്ലൂർ രാജനാണ്. അതുപോലെ രണ്ടാമത്തേത് AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ആലത്തൂരിൽ നിന്ന് ജയിക്കും. ഏലത്തൂരിൽ നിന്ന് ജയിക്കും. കാരണം എന്താ വെച്ചാൽ വിദ്യാ ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. അവിടെ അല്ല, അതിലൊന്നും കാര്യമില്ല. അവിടെ കോൺഗ്രസിന് തന്നെ ജയിക്കുമെന്നുള്ള ഒരു സാധ്യതയില്ല. സാധ്യതയില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിദ്യക്ക് സീറ്റ് കൊടുത്തു പോയി. കാരണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കടിപിടിച്ച് കഴിച്ചാൽ. അപ്പൊ അത്തരത്തിൽ അവിടെ ജനകീയനാണ്. പിന്നെ വലിയ തോതിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം അവിടെ ജയിക്കുക. കാരണം അത് ഏലത്തൂർ മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. നാലാമത്തേത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് GRL ആണ്. GRL നെടുമങ്ങാടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പോലും അല്ലെങ്കിൽ BJP പോലും വിലയിരുത്തലാണ് ഇവരൊക്കെ ജയിക്കുമെന്നുള്ളത് അവരുടെ സർവേകളിലാണ്. നാലാമത്തത് അത്ഭുതം തോന്നും, പക്ഷെ KN ബാലഗോപാലാണ്. KN ബാലഗോപാലിനെതിരെ ഐഷ പോറ്റിയുടെ കേസിൽ കോൺഗ്രസിന് പോലും ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ല. ഈവൻ BJP കേസിൽ പോലും BJP വിചാരിക്കുന്നു ഉറപ്പായിട്ടും തന്നെ അവര് ജയിക്കുമെന്നാണ്. KN ബാലഗോപാൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു KN ബാലഗോപാൽ ജയിക്കും. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ അടുത്തത് വിചാരിക്കുന്ന ഒരു കാര്യം മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസിന്റെ കേസിൽ അതൊരു ഷോർട്ട് സീറ്റ് ആണ്. 29,000-ലധികം ഭൂരിപക്ഷം ഉണ്ടായി കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ ഭൂരിപക്ഷം കുറയും. PV അൻവറാണ് മത്സരിക്കുന്നത്. അൻവർ അവിടെ ഒരു 10,000 വോട്ടുകൾ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പോലും അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്. ഭൂരിപക്ഷം കുറഞ്ഞേക്കും എന്നുള്ളതാണ്. പിന്നെ ചേർത്തലയിൽ P പ്രസാദാണ്. P പ്രസാദ് അവിടെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ P പ്രസാദും വലിയ ഫൈറ്റ് നേടുന്നുണ്ട്. അവിടെ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം അവിടെ ലോക്കലി നല്ല പിടിപാടുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും P പ്രസാദും അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഉറപ്പായും ജയിക്കുന്ന ഒരാളെന്ന് പറയുന്നത് VN വാസവനാണ്. VN വാസവന്റെ അവിടെയും വിജയിക്കും. അവിടെ നാട്ടക സുരേഷ് വലിയ ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ ഒരു കൈപ്പത്തി സ്ഥാനത്തിൽ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം മത്സരിക്കുന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവർ അല്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പകരം ആതിര D നായർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് തമാശയാക്കാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ്. അപ്പൊ അതുകൊണ്ട് മണ്ഡലമാണ്. അപ്പൊ അതിൽ നിന്നൊരു മജോറിറ്റി വോട്ടുകൾ, വലിയ പെർസെന്റേജ് വോട്ടുകൾ യഥാർത്ഥത്തിൽ VN വാസവന് കിട്ടും. അങ്ങനെ VN വാസവൻ അവിടെ നിന്ന് ജയിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന ഒരു ജയം എന്ന് പറയുന്നത് സജി ചെറിയാന്റെയാണ്. അവിടെ ഈ പറയുന്ന ഈവൻ ഞാൻ പറയുന്നത് KN ബാലഗോപാലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടക സുരേഷ് കൊടുക്കുന്ന ഒരു ഫൈറ്റ് ഏറ്റുമാൻ ഒരു VN വാസവൻ ഉള്ളത് പോലെ പോലും ഫൈറ്റ് ഇല്ല. യാതൊരു ഫൈറ്റും ഇല്ല. അവിടെ വളരെ എളുപ്പത്തിൽ സജി ചെറിയാൻ വോട്ടെടുക്കുന്ന ഒരു മന്ത്രിയാണ്, ജനകീയനാണ്. അപ്പൊ ഇത്രയും മന്ത്രിമാരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉറപ്പിച്ച് ജയിക്കുമെന്ന് പറയാം. 8 പേര് അല്ല, മുഖ്യമന്ത്രി പിന്നെ ഉറപ്പാണല്ലോ. അത് നമ്മൾ വെറുതെ സംസാരിച്ചു. ഭൂരിപക്ഷം അതില്ലെന്നാകെ വീഡിയോ ചെയ്തേക്കണ പോലെ എനിക്ക് കൊണ്ട് 1-2 പേര് മറനാട് ഷാജനൊക്കെ മാത്രമാണ് ധർമ്മടത്ത് പോലും വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് ഭൂരിപക്ഷം ഭൂരിപക്ഷം കുറയായിരിക്കും. പക്ഷെ ജയിക്കുമില്ല എന്നുള്ളൊരു സംശയം. 5,000 വോട്ടിന് ജയിക്കുമെന്നൊക്കെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒന്ന് പറയുന്നുണ്ട്. ഒരു തമാശയായിട്ട് മാത്രമേ. അദ്ദേഹം മുമ്പ് മത്സരിച്ചിരുന്ന വേളയിൽ ഗോവിന്ദൻ മാഷിന്റെ ഭൂരിപക്ഷം കുറച്ചല്ലോ അബ്ദുൾ റഷീദ്. അല്ല, ഭൂരിപക്ഷമൊക്കെ കുറക്കാന്നേ. പക്ഷെ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗോവിന്ദൻ മാഷ് അല്ലല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് അതിലൊക്കെ വ്യത്യാസമുണ്ട്. മനസ്സിലായി? ധർമ്മട മണ്ഡലത്തിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. സഞ്ചരിച്ചു വേണ്ടെങ്കിൽ നമുക്ക് തോന്നും അവിടെ ഒരു മത്സരമേ ഇല്ലാത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യും തോന്നും. അവിടെ ഒരു മത്സരമേ ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നും. അതുപോലെയുള്ള കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ മന്ത്രിമാരൊക്കെ തന്നെ ഉറപ്പായിട്ടും ജയിക്കും. പിന്നെ പിണറായി വിജയന്റെ കാര്യം നമ്മൾ സംസാരിച്ച സമയങ്ങളുണ്ട്. ഇനി അതല്ലാതെ ഒരു ടോട്ടൽ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലങ്ങളുണ്ട്. ഫൈറ്റ് നടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞു, ഒന്ന് റോഷി അഗസ്റ്റിന്റെ മണ്ഡലമാണ്. റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള റോയ് കെ പൗലോസ് ആണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ഫൈറ്റ് നടക്കും. പക്ഷെ എങ്കിൽ പോലും റോഷി ജയിക്കാനാണ് അവിടെ ഉറപ്പായിട്ടും സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KB ഗണേഷ് കുമാർ ഇവിടെയും നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 10 MLA-മാരും എന്തായാലും ജയിക്കും. അവിടെ ശക്തമായ മത്സരമാണ്. പക്ഷെ മത്സരമാണെങ്കിൽ പോലും KB ഗണേഷ് കുമാറും ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 10 എണ്ണത്തിലും ജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ റീഡ് ചെയ്തതനുസരിച്ച്.
ഇനി വലിയ ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃത്താലയാണ് എം പി രാജേഷ്. പരാജയപ്പെടാൻ നല്ല ചാൻസ്. അവിടെ ജയിക്കാം, പരാജയപ്പെടാം. പക്ഷെ എങ്കിൽ പോലും ഒരു സ്ലൈറ്റ് എഡിറ്റ് ഉള്ളത് എം പി രാജേഷാണ്. കാരണം എം പി രാജേഷ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടക്കോട്ട് കൂടി പടർന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത് എം പി രാജേഷ് സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്. അതുപോലെ ചിഞ്ചുറാണിക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷെ ഈ പറയുന്ന 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുപോലെ നമ്മൾ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പി രാജീവിന്റെ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിൽ പി രാജീവ് പരാജയപ്പെട്ടാനെ. പക്ഷേ ഗഫൂർ ആയതുകൊണ്ട്, ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായതുകൊണ്ട് അവിടെ പരാജയപ്പെടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ BJPക്ക് അന്യത പോകേണ്ടിയിരുന്ന കുറെ വോട്ടുകൾ രാജീവിന് കിട്ടും. ഇപ്പൊ രാജീവും അവിടെ നിന്ന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ മുഴുവൻ. അതായത് ഒന്ന് ചിഞ്ചുറാണിയും, അതുപോലെ തന്നെ എം പി രാജേഷും, പിന്നെ പി രാജീവും, പിന്നെ ശിവൻകുട്ടി സ്വാഭാവികമായിട്ടും നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. പക്ഷെ എങ്കിലും ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ശിവൻകുട്ടി ആയതുകൊണ്ട് മാത്രം. വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതിൽ വലിയ ഫാക്ടേഴ്സ് അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ശബരിനാഥ് എത്ര വോട്ട് പിടിക്കും എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഈ 3 സ്ഥാനാർത്ഥികളും ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് വീണ ജോർജാണ്. വീണ ജോർജിന്റെ എവിടെയും വലിയ മത്സരം നടക്കുകയാണ്. അപ്പൊ ഈ 4 മണ്ഡലങ്ങൾ, അതായത് പി രാജീവ്, വീണ ജോർജ്, എം പി രാജേഷ്, ഇവരുടെ കേസിലൊക്കെ തന്നെ ഒരു വലിയ കടുത്ത മത്സരമുണ്ട് എന്നുള്ളതാണ്. ചിഞ്ചുറാണിയുടെ കേസിലും അത്തരത്തിലുള്ള ഒരു ചെറിയ, കാരണം അവരുടെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ അതൃപ്തികളുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ. പക്ഷെ ഇവിടെ ആരും വിജയിക്കോ നോക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കിലും ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു എഡ്ജ് ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ പറയട്ടെ. LDFനാണ് അവിടെ എഡ്ജ് ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തോക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങൾ, അത് ഒന്നാമത്തേത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അവിടെ ടി.ഒ. മോഹനൻ മിക്കവാറും തന്നെ ജയിക്കാനാണ് സാധ്യത. ഒരൊറ്റ ക്ലോസേ ഉള്ളൂ. ആ ക്ലോസ് എന്ന് വെച്ചാൽ കെ സുധാകരൻ വലിയ തോതിലുള്ള എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ടി.ഒ. മോഹനൻ ജയിക്കും. അതല്ല, കെ സുധാകരൻ ടി.ഒ. മോഹനൊന്നും ജയിക്കണ്ട എന്നാണ് വിചാരിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ കണ്ണൂർ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം യഥാർത്ഥത്തിൽ അതൊരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ്. അവിടെ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ വളരെ ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ, അതാണ്. ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകണ്ട. അതായത് ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള വലിയ പരാജയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പിന്നെ തോക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഒരാള് മാനന്തവാടിയിൽ കേളുവാണ്. പരാജയപ്പെടാൻ വലിയ സാധ്യതയുള്ള ഒരാളാണ് ഈ പറഞ്ഞ കേളു എന്നുള്ളത്. പിന്നെ പരാജയപ്പെടും എന്നുള്ളത് 100% ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അദ്ദേഹം കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് MLA-ക്കെതിരെയാണ്. നേരത്തെ അദ്ദേഹം മത്സരിച്ചിട്ടിരുന്ന മണ്ഡലം അറിയാലോ. ആ മണ്ഡലത്തിൽ ഇത്തവണ PK നവാസ് ജയിക്കാനാണ് എല്ലാ സാധ്യതയും. അതായത് മുസ്ലിം ലീഗിന്റെ ഈ അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഒക്കെ നേതാവായിട്ടുള്ള PK നവാസ് ആണ് മത്സരിക്കുന്നത്. അവിടെയും ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അബ്ദുറഹ്മാൻ അവിടെ ഏതാണ്ട് ഏറെക്കുറെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യത്യാസമില്ല. അതുപോലെ തന്നെ അബ്ദുറഹ്മാനും ഏതാണ്ട് ഉറപ്പാണ്. പുള്ളി ബിസിനസ്സിലേക്ക് കുറെ കൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് ഇത് നഷ്ടപ്പെട്ടാലും വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൽ നിന്ന് അയാൾ കാശൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നല്ല മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം തവണ അവിടെ പരാജയപ്പെടും. പിന്നെ എൻ്റെ ഒരു നിഗമനത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്ദു പരാജയപ്പെടും. ഡോക്ടർ R ബിന്ദു തോമസ് ഉണ്ണിയാടനോട് പരാജയപ്പെടാനാണ് വലിയ സാധ്യത ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് മറ്റേ പാർട്ടിയൊന്നും സമ്മതിക്കുന്നില്ല, CPM സമ്മതിക്കുന്നില്ല, ഈവൻ കോൺഗ്രസിന് പോലും ചെറിയ പ്രതീക്ഷയുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അവിടെ R ബിന്ദു പരാജയപ്പെടുമെന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, R ബിന്ദു, കേളു, അതുപോലെ തന്നെ V അബ്ദുറഹ്മാൻ, ഇവരൊക്കെ തന്നെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഇപ്പൊ മന്ത്രിയില്ലാത്ത ഒരാൾ ഉറപ്പായിട്ടും പരാജയപ്പെടും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഹമ്മദ് ദേവർകോവിലാണ്. മുൻ മന്ത്രിയാണ്. അഹമ്മദ് ദേവർകോവില് ബൈ ചാൻസിന് കഴിഞ്ഞവണ്ണം ജയിച്ചതാണ്. കാരണം കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബുവിനോട് 100% പരാജയപ്പെടും. ഈ പറഞ്ഞ പോലെ ഏതാണ്ട് മറ്റേ നമ്മുടെ അബ്ദുറഹ്മാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെടാൻ പോകുന്ന ഒരാളാണ്. പിന്നെ കഴിഞ്ഞവണ്ണം തന്നെ അദ്ദേഹം ജയിച്ചത് അവിടെ ലീഗിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥികളോട് സമസ്തക്കൊന്നും വലിയ താല്പര്യം ഇല്ല. കാരണം വനിതകളൊന്നും അങ്ങനെ ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ മത്സരിച്ച ആളോടൊക്കെ തന്നെ വലിയ വിമുഖത പാർട്ടിക്കകത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലീഗ് തന്നെ തോപ്പിച്ച് കൈ കൊടുത്താണ്. അപ്പൊ അതുകൊണ്ട് ഒരു സംശയമില്ല, ഇത്തവണ അവിടെ നിന്ന് ഫൈസൽ ബാബു ഒരു യുവരക്തമാണ്. ഫൈസൽ ബാബുവിന്
ആ സ്ഥാനാർത്ഥിത്വം കിട്ടിയതൊക്കെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കി അവിടെ. പക്ഷെ എങ്കിൽ പോലും ഫൈസൽ ബാബു അവിടെ ജയിച്ച്. അതോടൊപ്പം തന്നെ നമ്മൾ 2 മുൻ മന്ത്രിമാരുടെ കാര്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചർ ബുദ്ധിമുട്ടാണ് ജയിക്കുക അല്ലെ, പരാജയപ്പെടും. കാരണം എന്ന് വെച്ചാൽ ശൈലജ ടീച്ചർ അവർക്ക് CPM കിട്ടാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ഒരു ടഫ് മണ്ഡലം, പക്ഷേ ടഫ് മണ്ഡലമാണ്. പേരാവൂരാണ്. പേരാവൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് അവിടെ നിന്ന് ശൈലജ ടീച്ചർ ജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഡീലിമിറ്റേഷൻ വരുന്നതിന് മുമ്പാണ്. ഇപ്പൊ പേരാവൂരിന്റെ സ്വഭാവത്തിന് തന്നെ വലിയ വ്യത്യാസം ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണി ജോസഫ് MLA എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മളിപ്പോ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. നമ്മളൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ പോലും നമുക്ക് വലിയ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഈ പറഞ്ഞ പോലെ ജെന്റിലായി പെരുമാറുന്ന ഒരാളാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്കറിയാം ഇത്തവണ ഒരു ഭരണവിരുദ്ധ തരംഗത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജും കിട്ടാൻ പോകുന്ന ആർക്കാണ്? ഈ പറയുന്ന സണ്ണി ജോസഫിനാണ്. അപ്പൊ അദ്ദേഹത്തിന് 3000-ലധികം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ജയിക്കുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു 7,000-8,000 വോട്ടെങ്കിലും ജയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല. അത് പകരം ആ മണ്ഡലത്തിന്റെ പ്രത്യേകത അതാണ്. പക്ഷെ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള KT ജലീൽ ഇത്തവണ വലിയ ബുദ്ധിമുട്ടിലാണ്. KT ജലീൽ പക്ഷെ മലപ്പുറത്ത് നിന്ന് ആരെങ്കിലും KT ജലീൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ബുദ്ധിമുട്ടിയാണെങ്കിലും KT ജലീൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ല, അതിന്റെ പ്രശ്നം ജോയിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ പേരിനൊക്കെ തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട്. മനസ്സിലായി. VS ജോയി അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ മാത്രമല്ല, VS ജോയി ഒരു പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്. നിരവധി ഘടകങ്ങൾ VS ജോയിക്ക് എതിരാണ്. യഥാർത്ഥത്തിൽ VS ജോയി അവിടെ പോയി മത്സരിക്കണം എന്ന് വിചാരിച്ച ഒരാളെയല്ല. പകരം നിങ്ങൾ അറിയേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. അത് VS ജോയിക്ക് വേറൊരു സ്ഥലത്തും, തിരുവമ്പാടിയിലൊക്കെ ആണെങ്കിൽ VS ജോയിക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ കഴിയായിരുന്നു. അവിടെ ലിൻഡോ ആണെന്ന് വിചാരിക്കണം, വല്ലോണം ജനകീയനായിട്ടുള്ള MLA ആണ്. ഇവിടെ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാലോ, മറ്റേ നന്മമരം നിന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ നിന്നിട്ട് വലിയ ഫൈറ്റ് കൊടുത്തൊരു മണ്ഡലമാണ്. KT ജലീൽ അല്ലാതെ അതിനേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റ് LDF-നും ഇല്ല അവിടെ. പക്ഷെ പൊന്നാനിയിൽ CPM വിചാരിക്കുന്നത് ഒരൊറ്റ സീറ്റ് ജയിക്കാൻ മലപ്പുറത്തൊന്നും ഒരൊറ്റ സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ളൂ. അത് സക്കീറാണ്. പൊന്നാനിയിൽ നിന്നാണ്. പൊന്നാനി LDF-ന്റെ കോട്ടയാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും കൂടെ പരാജയപ്പെടാനാണ് സാധ്യത. അങ്ങനെ പരാജയപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ മിക്കവാറും ഈ പറയുന്ന പോലെ KT ജലീലും കൂടി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ KT ജലീലും കൂടി ജയിച്ചു വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. കാരണം ഒരു സ്ലൈറ്റ് മാർജിനെങ്കിലും ചിലപ്പോൾ KT ജലീൽ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് രണ്ടിനും സാധ്യതയുണ്ട്. ഈക്വൽ സാധ്യതയാണ് ഉള്ളത്. പക്ഷെ കുറച്ചും കൂടി സ്ലൈറ്റ് എഡ്ജ്, ഞാൻ പറയുന്ന ഒരു 0.001 എഡ്ജെങ്കിലും കൂടുതലുള്ളത് KT ജലീലാണ്. പിന്നെ പേരാമ്പ്രയിൽ മുൻ മന്ത്രിയായ TP രാമകൃഷ്ണൻ ഉറപ്പായിട്ടും ജയിച്ചു വരും. അവിടെ വലിയ ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞേക്കാം. പക്ഷെ വലിയ അഭ്യാസമൊക്കെ യഥാർത്ഥത്തിൽ ഇവർ കാണിച്ചിരുന്നു. നമ്മുടെ ഫാത്തിമ തകലിയെ കാണിച്ചിരുന്നു. വലിയ തോതിലുള്ള വർഗീയ പ്രചരണമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും TP രാമകൃഷ്ണൻ അവിടെ നിന്ന് വിജയിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും ഇനിയിപ്പോ വേറെ നമ്മൾ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ മന്ത്രിമാരൊക്കെ തന്നെ വിജയിച്ചു വരും. ഈ മന്ത്രിമാരിൽ ഞാൻ പറഞ്ഞ വലിയ ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്ന് പറയുന്ന മന്ത്രിമാർ പോലും വിജയിച്ചു വരും. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ എഡ്ജുള്ളത് LDF-നാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത്രയും മന്ത്രിമാർ ഉറപ്പായിട്ടും വിജയിച്ച് വരും. പിന്നെ ചിലരൊക്കെ സ്വപ്നം കാണുന്ന പോലെ മറ്റേ പിണറായി വിജയൻ തോക്കുമെന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. 4-ാം തീയതി വരെ സ്വപ്നം കാണാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, തോക്കില്ല.